നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലരും ഇപ്പം ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒട്ടനവധി വാഹനങ്ങളിൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ ശരി തന്നെ പഴയ വാഹനങ്ങളിലാണെങ്കിലും ശരി തന്നെ ഫോഗ് ലൈറ്റിൻ്റെ സ്ലോട്ടിൽ പ്രൊജക്ടർ ലൈറ്റ് പലരും വയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സ്ക്രാപ്പിംഗ് യൂണിറ്റിൽ നിന്ന് ഒരു പ്രൊജക്ടർ ലൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു പാർട്ട്. അപ്പോൾ ഇതിൽ നിലവിൽ വരുന്ന ബൾബിൻ്റെ വോൾട്ടിംഗ് പവർ എന്ന് പറയുന്നത് 1251, അതായത് 12 വോൾട്ടിൽ 51 വാട്ട്സ് വരുന്ന ഒരു ബൾബാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ബൾബ്. അപ്പോൾ ഇതിൽ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ വാഹനത്തിലൊക്കെ ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ബമ്പറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ബമ്പറിലാണ് നിലവിൽ ഫോഗ് ലൈറ്റ് വരുന്നത്. ബമ്പറിൽ ഈ ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഈ 90 ഡിഗ്രി താഴെ ഈ ഒരു അഡ്ജസ്റ്റർ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ഈ അഡ്ജസ്റ്റർ. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിക്കുന്നതിനനുസരിച്ച് ഈ ഫോഗ് ലൈറ്റ് ഉയരെയും താഴെയും ചെയ്യും. അതായത് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഉയരെയും താഴെയും ചെയ്യും. അപ്പോൾ ഈ ഉയരെയും താഴെയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫോഗ് ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഫോഗ് ലൈറ്റ് സ്റ്റഡി ആയിട്ട് അടിക്കാൻ പാടില്ല. അതിനൊരു നിശ്ചിത ദൂരപരിധി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു അഡ്ജസ്റ്റർ, ഇതിപ്പോൾ ഒറിജിനൽ ഫോഗ് ലൈറ്റാണ്, ഹുണ്ടായുടെ ഏതൊരു വാഹനത്തിലുള്ളതാണ്. അതായത് 1251 വോൾട്ടിംഗ് പവറാണ് വരുന്നത്. അത് പല സ്ഥലത്തും ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാഡ്ജ് ചെയ്തിട്ടുണ്ട് 1251 വോൾട്ടിംഗ് പവർ. ബൾബിലും വോൾട്ടിംഗ് പവർ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പലരും ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഈ അഡ്ജസ്റ്റർ നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്ന സമയത്ത് ഉയരെയും താഴെയും ചെയ്യും. അപ്പോൾ ഈ ഇടത്തോട്ട് ഞാനിപ്പോൾ തിരിക്കുകയാണ് ചെയ്യുന്നത്, ഇപ്പോൾ വലത്തോട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വലത്തോട്ട് തിരിക്കുന്ന സമയത്ത് ഈ ഒരു ബൾബ് താഴെയാണ് ചെയ്യുന്നത്. അതായത് താഴോട്ട്, അതായത് ഇതിൻ്റെ ഈ ഒരു പൊസിഷൻ താഴെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വീണ്ടും ടൈറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇടത്തോട്ട് തിരിക്കുന്ന സമയത്ത് ഈ ഒരു ബൾബ് ഉയരെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറ്റുന്ന പലരും ഈ ഒരു ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ ഒരു ബൾബ് സെറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഉയർത്തി വയ്ക്കുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നം, എതിരെ വരുന്ന വാഹന ഉടമകൾക്ക് നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ റോഡിൻ്റെ ആ ഒരു സൈഡും എതിരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാര്യം പ്രൊജക്ടർ ലൈറ്റും കൂടെ ആയതുകൊണ്ട്, പ്രൊജക്ടർ ലൈറ്റാണ്, ഈ ഒരു പ്രൊജക്ടർ ലൈറ്റും കൂടെ ആയതുകൊണ്ട് വെട്ടം മുഖത്തടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലത്തെ ഫോഗ് ലൈറ്റാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ, ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ കമ്പനി ആണെങ്കിൽ ശരി തന്നെ, ഈ ഒരു അഡ്ജസ്റ്റർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് താഴ്ത്തി വയ്ക്കണം. എതിരെ വരുന്ന വാഹന ഉടമകൾക്ക് അല്ലെങ്കിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നിങ്ങൾ ഫോഗ് ലൈറ്റിൻ്റെ ആ ഒരു വെട്ടം ക്രമീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കിതിൽ നോക്കുമ്പോഴറിയാം, പിന്നെ കറക്റ്റ് ഫൗണ്ടേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. 3 ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് റൈറ്റ് സൈഡ്, അതായത് വലതുവശത്ത് വരുന്ന ഫോഗ് ലൈറ്റാണ്. ഒരു വാഹനത്തിൻ്റെ, ഹുണ്ടായുടെ വാഹനത്തിൻ്റെ വലതുവശത്ത് വരുന്ന ഫോഗ് ലൈറ്റാണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് പുറകിൽ ബൾബിൻ്റെ വോൾട്ടിംഗ് പവറും എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോഴായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ സൈഡിലും എഴുതിയിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾ ഇതേപോലത്തെ ഫോഗ് ലൈറ്റ് ഒരു പക്ഷേ വയ്ക്കുന്നുണ്ടെങ്കിൽ പരമാവധി താഴ്ത്തി വയ്ക്കുവാനായിട്ട് ശ്രമിക്കണം. നമ്മളിങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഉയർത്തുന്ന സമയത്ത്, ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മുകളിലോട്ട് ഉയരുന്ന സമയത്ത് എതിരെ വരുന്ന വാഹന ഉടമകൾക്ക് ഫ്രണ്ടും റോഡും ഒന്നും കാണാതെ മറ്റ് അപകടങ്ങളിലേക്ക് നയിക്കുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് അറിയില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇത് എല്ലാ വാഹന ഉടമകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യണം. ഇപ്പോൾ ഇറങ്ങുന്ന ഏകദേശം വാഹനങ്ങളിൽ, അതായത് ബേസ് മോഡലുള്ള വാഹനങ്ങളിലൊന്നും ഈ ഒരു ഫോഗ് ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ പലരും ആഫ്റ്റർ മാർക്കറ്റ് പുറത്തുനിന്നത് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഈ മാക്സിമം ഇതിൻ്റെ ആ ഒരു ഹൈറ്റ് അത് മുകളിലോട്ട് ഉയർത്തി വയ്ക്കാറുണ്ട്. മുകളിലോട്ട് ഉയർത്തി വയ്ക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം ഭാഗികമായിട്ട് നമുക്ക് കുറയും. അതുപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം കുറഞ്ഞ ചില വാഹനങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഫോഗ് ലൈറ്റ് വച്ചിട്ട്, സാധാരണ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം വരുന്നത് 6055 വോൾട്ടിംഗ് പവർ വരുന്നത്. ഇത് വരുന്നത് 1251 വരുന്നത്. പിന്നെ 1235 വരുന്ന ഫോഗ് ലൈറ്റും ഉണ്ട്. അപ്പം ഇങ്ങനെ വെട്ടം കുറഞ്ഞ ഹെഡ്ലൈറ്റൊക്കെ ഉള്ള വാഹനങ്ങളിൽ ഇതുപോലെ ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതും വലിയ അപകടങ്ങളിലേക്ക് അത് നയിക്കുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇത് എല്ലാവരുടെയും അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇടുന്ന സമയത്ത് പലർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം. പക്ഷേ നിങ്ങൾ ഇതുപോലെ വാഹനത്തിൽ കയറി ഇരുന്നിട്ട് ഇതുപോലെ ഈ ഫോഗ് ലൈറ്റൊന്നും ഇല്ലാത്ത ബേസ് മോഡൽ വാഹനങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇതപ്പോൾ എല്ലാ വാഹന ഉടമകളുടെ അറിവിലേക്ക് ഇതേപോലെ പ്രൊജക്ടർ ലൈറ്റും അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റ് ഫോഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഓടുന്ന എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.